ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. സ്റ്റഡി വിത്ത് അർജുൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഞാനൊരു MBA ഗ്രാജുവേറ്റ് ആണ്. ഫോർ എ ഷോർട്ട് ടൈം ഞാൻ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഒരു ഗസ്റ്റ് ലെക്ചറായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് ചെയ്തേക്കുന്നതിൻ്റെ ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായ കുറേ കാര്യം, ഐ ലവ് ടീച്ചിങ് ആൻഡ് ഐ ലവ് ടു ബി എ ടീച്ചർ. പക്ഷേ കുറച്ച് കൺസ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ കുറേ എക്സാംസ് ഒക്കെ എടുക്കണം. അപ്പം മീൻ ടൈം ഞാൻ വിചാരിച്ചത് എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കുറേ കൂടെ കുട്ടികൾക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഈവൻറ്റ് സെം ആണ്. ആസ് ഫോർ റൺ ഓഫ് BBA യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഈവൻറ്റ് സെം ആണ് നടക്കുന്നത്. സോ ആസ് ഫാർ ആസ് ഐ നോ, ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സെമ്മിൻ്റെ നോട്ട്സാണ്, സെക്കൻഡ് സെമ്മിൻ്റെ ക്ലാസ്സാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്നത്. എൻ്റെ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്, അതേപോലെ തന്നെ HR ആണ്. സോ കൂടുതലായിട്ടും എനിക്ക് പറയാൻ സാധിക്കുന്നത് ആ വിഷയത്തിൽ നിന്നാണ്. സോ ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ബി എ ഗുഡ് ടീച്ചർ. ചെറിയ ചെറിയ ഇതാക്കി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സസ് നമുക്ക് കൈകാര്യം ചെയ്യാം. സോ എപ്പിസോഡ് 1 ഞാൻ ഇന്ന് BBA FYUGP സെക്കൻഡ് സെമ്മിൻ്റെ മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണ്. I'm getting used with this app. മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് എന്നൊരു സബ്ജക്റ്റാണ് ഞാനിപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. സെക്കൻഡ് സെമ്മിൻ്റെ ആണ്. അപ്പം മാർക്കറ്റിംഗ് വളരെ എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിന് മാർക്കറ്റിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ്ലി നമുക്ക് എന്താണ് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ബോർഡ് ഞാൻ വളരെ യൂസ്ഡ് ആവുന്നതേ ഉള്ളൂ ഈ ഒരു ടീമുമായിട്ട്. ഓക്കെ ഫസ്റ്റ് ഈസ് വാട്ട് ഈസ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. It is a customer-oriented process that involves identifying customer needs. It's meaning of marketing ആണ് ഞാൻ ആദ്യമേ ഇത് നമുക്ക് പറയാനുള്ളത്. ഞാൻ കൂടുതലായിട്ടൊന്നല്ല ഞാൻ സംസാരിക്കുന്നത് FYUGP യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ സിലബസിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഈ ക്ലാസ്സസ് ഞാൻ എടുക്കുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു ഇതുപോലെ നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് നിങ്ങളുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ മൊഡ്യൂളിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് കുറേയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് എന്നൊരു ടോപ്പിക്കാണ് നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ആദ്യത്തെ ടോപ്പിക്കാണ് ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതലായിട്ടും ഡിസ്കഷൻസ് വരുന്നത്. അതിൽ തന്നെ മെയിനായിട്ട് അവർക്ക് ആദ്യമേ വരുന്നൊരു കാര്യമാണ് നേച്ചർ ഓഫ് മാർക്കറ്റിംഗ്, നേച്ചർ, സ്കോപ്പ്, ഇമ്പോർട്ടൻസ്, ഫങ്ഷൻസ് ആൻഡ് മാർക്കറ്റിംഗ് മിക്സ്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഒറ്റ സെറ്റിൽ വരുന്നത്. നിങ്ങൾ സിലബസ് ചെക്ക്, ഞാനിപ്പോൾ സിലബസ് ഇവിടെ വെച്ചിട്ടില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ഐ മേക്ക് ഷുവർ ഐ വിൽ ഗിവ് യു സിലബസ് ഓൾസോ. ഫസ്റ്റ് വൺ, നമ്മളിപ്പോൾ ഇതിൽ ആദ്യമേ പറയാൻ പോകുന്നത് മാർക്കറ്റിങ്ങിൻ്റെ മീനിങ് എന്താണ്, വാട്ട് ഈസ് മാർക്കറ്റിംഗ് എന്നൊരു സെക്ഷനാണ് നമ്മൾ ആദ്യം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, എന്നിങ്ങനെയൊക്കെ ഉള്ള ഓക്കെ. Marketing is a customer oriented process. It is a customer oriented process. Marketing ഒരു customer oriented ആയിട്ടുള്ള പ്രോസസ്സാണ്. That involves identifying customer needs, creating value and delivering products or services that satisfy those needs profitably. ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ കസ്റ്റമറിൻ്റെ നീഡ്സ്, ഒരു കസ്റ്റമറിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക. കസ്റ്റമറിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതനുസരിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക.
അതുപോലെ തന്നെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ കസ്റ്റമറിന് നിങ്ങളൊരു ഐറ്റം കൊടുക്കുകയാണെങ്കിലോ, നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറിനെ എങ്ങനെയാണോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറിനെ എങ്ങനെയാണ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ പ്രോഡക്റ്റ് കസ്റ്റമർ മാക്സിമം നിങ്ങൾ കസ്റ്റമറിനെ കൊണ്ട് വാങ്ങിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. കസ്റ്റമർ നീഡ്സ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതനുസരിച്ചുള്ള പ്രോഡക്റ്റ് നിങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ പ്രോഡക്റ്റിന് വാല്യൂ അല്ലെങ്കിൽ മൂല്യം ഉണ്ടാകുന്നു. ഒരു പ്രോഡക്റ്റിന് മൂല്യം അഥവാ വാല്യൂ ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് നിങ്ങളൊരു സാധനം കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് അതുകൊണ്ടൊരു ഉപയോഗം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തി പോസിറ്റീവായിട്ട് ആ വ്യക്തിക്ക് ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, മൂല്യം അഥവാ വാല്യൂ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നത്. ഓക്കെ. ആൻഡ് ഡെലിവറിങ് പ്രോഡക്റ്റ് ഓർ സർവീസ് ആർ സാറ്റിസ്ഫൈ ദോസ് നീഡ്സ് പ്രോഫിറ്റബിളി. പ്രോഫിറ്റബിൾ ആയിട്ട് രണ്ട് പേർക്കും, കസ്റ്റമറിനും ലാഭം ഉണ്ടാകുന്ന രീതിയിൽ, സെയിം ടൈം നമ്മൾക്ക് ആരാണോ പ്രോഡക്റ്റ് വിൽക്കുന്നത് അവർക്കും ലാഭം ഉണ്ടാകുന്ന രീതിയിൽ ആ പ്രോഡക്റ്റുകൾ ഡെലിവറി ചെയ്യുകയും സർവീസ് ചെയ്യുകയും ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കസ്റ്റമർ നീഡ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതേപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിനെക്കാളും മാർക്കറ്റിൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഒരു പ്രോഡക്റ്റ് അല്ല ഒരു മാർക്കറ്റിലുള്ളത്. ദർ ആർ 100 ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ്. 100 കണക്കിന് പ്രോഡക്റ്റുകൾ. ഇപ്പോൾ ഒരു മുളക് പൊടി എടുത്താൽ തന്നെ, ഒരു മുളക് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് മുളക് പൊടി ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ. മുളക് കഴുകി ഉണക്കി പൊടിച്ച് എന്ത് ചെയ്യുന്നു, പാക്കറ്റിലാക്കുന്നു, അത് മുളക് പൊടി. ഓക്കെ. പക്ഷേ മുളക് പൊടി എന്ന് പറയുന്ന ഐറ്റം പല പാക്കറ്റുകളിൽ പല ബ്രാൻഡുകളാവുമ്പോൾ അത് പല പ്രോഡക്റ്റുകളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രോഡക്റ്റുകളും, ഓരോ മുളക് പൊടി പാക്കറ്റും ഓരോ വ്യക്തിയുടെ അടുക്കിലേക്ക് എത്തുമ്പോൾ അതിന് എത്ര വാല്യൂ. ചിലരെന്ത് ചെയ്യുന്നു, കറക്റ്റ് ക്വാളിറ്റിയിൽ കൊടുക്കും. ചിലരുടെ ക്വാളിറ്റി എന്ത് ചെയ്യും, വളരെ മോശമായിട്ടുള്ള മുളകായിരിക്കും. പറയുമ്പോൾ എല്ലാവരും മുളക് പൊടിച്ച് തന്നെയാണ് മുളക് പൊടി എന്ന് പറയുന്നത്. പക്ഷേ അതിനെ കൊടുക്കുന്ന രീതി, ഡെലിവറി ചെയ്യുന്ന രീതി, പാക്കിങ്ങിലെ രീതി, ഇതെല്ലാം നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെക്കാളും നമ്മൾക്ക് മുന്നിലേക്ക് എത്തുവാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം. ഇതിനെല്ലാമാണ് എന്തെന്ന് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ബേസിക്കലി മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, കൃത്യമായ ആൾക്കാരിലേക്ക് എത്തിക്കുന്നു, ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് എത്തിക്കുന്നു. ആ ടാർഗറ്റഡ് ഓഡിയൻസ് എന്ത് ചെയ്യുന്നു, കൃത്യമായ ആ സാധനം നിങ്ങളെ വിശ്വസിച്ച് വാങ്ങുമ്പോൾ അവർക്ക് ഉപകാരം ഉണ്ടാകുന്നെങ്കിൽ അത് വളരെ പോസിറ്റീവായി ഒരു മൂല്യം ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇതാണ് ബേസിക് ആയിട്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻസിൽ കൊടുക്കുക, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഫസ്റ്റത്തെ നമ്മുടെ നേച്ചർ ഓഫ് മാർക്കറ്റിംഗ് ആണ്. നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ടാവും, നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കും, നേച്ചർ കൊടുക്കും, മീനിങ്, സ്കോപ്പ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. നേച്ചർ അല്ലെങ്കിൽ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർക്കറ്റിംഗ് ആണ് സാറിനി പറയാൻ പോകുന്നത്. ഓക്കെ. ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു, കസ്റ്റമർ ഓറിയന്റഡ്. മാർക്കറ്റിംഗ് എപ്പോഴും എങ്ങനെയാണ്, ഒരു കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കും മാർക്കറ്റിങ്ങിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. കസ്റ്റമർ ഓറിയന്റഡ് ആയിരിക്കും. കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ, അതായത് നമ്മുടെ ഇപ്പം ഏത് ബ്രാൻഡാണോ ഏത് പ്രോഡക്റ്റ് ആണോ അതിന് കൂടുതലായി കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ അവരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുക. സാറ്റിസ്ഫൈ മീൻസ് ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർക്ക് എന്തുണ്ടാവണം, അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം, അവർക്ക് അവരുടെ കാശ് പോയില്ല അല്ലെങ്കിൽ കാശ് കൃത്യമായി എന്നൊരു ബോധം അവർക്ക് ഉണ്ടാവണം. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് ആണ് ഗോൾ ഓറിയന്റഡ്. ഓക്കെ, ഗോൾ ഓറിയന്റഡ്. എഴുതുന്നത് ക്ലിയർ ആയില്ലെങ്കിൽ പറയണം, അടുത്ത വീഡിയോയിൽ നമുക്ക് ക്ലിയർ ആക്കാം. ഓക്കെ. ഗോൾ ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻസ് ഗോൾസ്, കസ്റ്റമറിന്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്ത് ഒരു ഓർഗനൈസേഷന് പല രീതിയിലുള്ള ഗോൾ ഉണ്ടാവും. മെയിനായിട്ട് എല്ലാ ഓർഗനൈസേഷനിലും ഗോൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ് കൃത്യമായിട്ട് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്.
അതല്ലാതെ തന്നെ ഓർഗനൈസേഷൻ ഒരു ഗോൾ കീപ്പ് ചെയ്തിട്ടുണ്ടാവും, ഈ വർഷത്തിൽ നമുക്ക് ഇത്ര പോപ്പുലറൈസ് ആവണം, നമ്മുടെ ബ്രാൻഡിന് ഇത്ര മാർക്കറ്റിംഗ് കിട്ടണം, ബ്രാൻഡ് ഇമേജ് കൂടണം. ഈ രീതിയിൽ എന്തുണ്ടാവും, ഓർഗനൈസേഷന് ഒരു രീതിയിൽ ഒരു ഓർഗനൈസേഷന് ഒരു ഗോൾ ഉണ്ടാവും. അപ്പോൾ ആ ഗോൾ കൃത്യമായിട്ട് പാലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടണം. ആ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന സാധനം നല്ല രീതിയിൽ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ മാർക്കറ്റിംഗ് കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്. അതേപോലെ തന്നെ എന്താണ്, മാർക്കറ്റിംഗ് ഈസ് ഗോൾ ഓറിയൻറ്റഡ്. രണ്ട് നേച്ചർ നമ്മൾ പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് മാർക്കറ്റിംഗ് ഇസ് ഡൈനാമിക്. എന്താണ് ഡൈനാമിക്? പല ഇടങ്ങളിൽ നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കാം എന്തെന്ന് പറയുന്നത്, ഡൈനാമിക് എന്ന് പറയുന്നത്. ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എന്തെന്ന് പറയുന്നത്, ഡൈനാമിക് എന്ന് പറഞ്ഞ വാക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ട്രെൻഡിനനുസരിച്ചും ടെക്നോളജിയുടെ ഓരോ ടെക്നോളജി അനുസരിച്ചും കോമ്പറ്റീറ്റേഴ്സിൻ്റെ സ്ട്രാറ്റജി അനുസരിച്ചും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് എന്തെന്ന് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സമയത്ത് പേപ്പർ ആഡ്സ് ആയിരുന്നു ട്രെൻഡിങ്. അപ്പോൾ കൂടുതലായിട്ടും പേപ്പറിൽ പരസ്യം കൊടുത്താണ് എന്ത് ചെയ്യുന്നത്, എല്ലാ പ്രോഡക്റ്റിലും മാർക്കറ്റ് ചെയ്തത്. ടെലിവിഷൻ ചാനലുകളുടെ കടന്നുവരവോടെ കൂടുതലായിട്ടും എന്ത് ചെയ്യപ്പെട്ടു, TV പരസ്യങ്ങളിലൂടെയാണ് കൂടുതലായിട്ടും മാർക്കറ്റിംഗ് നടന്നത്. പിന്നീട് എന്ത് ചെയ്തു, സോഷ്യൽ മീഡിയയുടെ കടന്ന് ഫേസ്ബുക്കിൻ്റെ ട്വിറ്ററിൻ്റെ ഒക്കെ, ട്വിറ്ററിൽ കുറവാണ്, ഫേസ്ബുക്കിൻ്റെ കടന്നുവരവോടെ കൂടുതൽ അതിലേക്ക് പോയി. ഇൻസ്റ്റഗ്രാം റീൽസിൻ്റെ കടന്നുവരവോടെ കൂടുതലായിട്ട് അങ്ങോട്ട് പോയി. ടെക്നോളജി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു, മാർക്കറ്റിങ്ങും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അടുത്തതാണ് പെർവേസീവ്. ഓക്കെ, മാർക്കറ്റിംഗ് ഇസ് പെർവേസീവ്. ഇറ്റ്സ് പ്രസൻറ്റ് ഇൻ ഓൾ സെക്ടേഴ്സ്. ഓക്കെ, പെർവേസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തല്ല, ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലല്ല നിങ്ങൾ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ എല്ലാ ഇൻഡസ്ട്രിയിലും എന്തുണ്ടാവണം, മാർക്കറ്റിംഗ് ഉപയോഗിക്കണം. നമ്മൾ ബിസിനസ്സിൽ, എഡ്യൂക്കേഷൻ ഫീൽഡിൽ, ഹെൽത്ത് കെയർ ഫീൽഡിൽ, ഈവൻ ഗവൺമെൻറ് പോലും മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാ ഫീൽഡിലും എന്തുണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, 2 പോയിന്റ്സ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. ഞാനിന്ന് കുറേ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ നമ്മൾക്ക് 2 പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ക്ലാസ് നിർത്താം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് വാല്യൂ ക്രിയേറ്റിംഗ് ആണ്. എല്ലായിടത്തും എന്തെങ്കിലും ഒരു മൂല്യം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഈ മൂല്യം മീൻസ് എല്ലാ സ്റ്റേജ്, ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഡിസൈനിൻ്റെ കാര്യത്തിലായാലും, ബ്രാൻഡിങ്ങിൻ്റെ കാര്യത്തിലായാലും, പാക്കേജിങ്ങിൻ്റെ കാര്യത്തിലായാലും, സർവീസിലായാലും ഒരു യുണീക്നെസ് ക്രിയേറ്റ് ചെയ്യാനും ആൾക്കാർക്ക് ഉപയോഗമുള്ള രീതിയിലാക്കാനും എന്ത് ചെയ്യണം, ശ്രമിക്കണം. അങ്ങനെ യുണീക്നെസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, നിങ്ങളുടെ ബ്രാൻഡിന് നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദി മെയിൻ നേച്ചർ ഓഫ് മാർക്കറ്റിംഗ്. നമ്മളിന്ന് 2 കാര്യങ്ങളാണ് പഠിച്ചത്. സിമ്പിൾ ഡെഫിനിഷൻ ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് നേച്ചർ ഓഫ് മാർക്കറ്റിംഗ് ആണ് നമ്മൾ പഠിച്ചത്. സോ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ക്ലാസ്സിന് റെസ്പോൺസ് അനുസരിച്ച് നെക്സ്റ്റ് ക്ലാസ്സുകൾ നമ്മൾ കുറേ കൂടെ നമ്മൾ എന്ത് ചെയ്യും, വിപുലമാക്കും. സോ അൺടിൽ ദെൻ, ദിസ് ഇസ് അർജുൻ സർ സൈനിങ് ഓഫ്. ബൈ.